HTML എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് HTML പറ്റിയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ്. അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. ഓക്കെ, HTML എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ബ്രൗസർ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഒപ്പേറ, അതൊക്കെയാണ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻ കേസ് അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് HTML നെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള, ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ഓൾറെഡി HTML അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇൻ കേസ് അവർക്ക് റിവൈസ് വല്ലതും ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, സോ HTML എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതോ ആവട്ടെ, അതെല്ലാം HTML ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, HTML യൂസ് ചെയ്തിട്ടാണ് ഏതൊരു സൈറ്റും ഡയറക്റ്റ്ലി ഓർ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ റെഫർ ചെയ്യുന്നത് W3 School എന്നുള്ളൊരു സൈറ്റാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സൈറ്റ്സ് ആണ്. ഏത് ടെക്നോളജി അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. സോ ഞാനപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇൻട്രൊഡക്ഷൻസും അതുപോലെ നമ്മുടെ അപ്കമിങ് വീഡിയോസിലെല്ലാം ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള റിസോഴ്സ് ഞാൻ ചെയ്യുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ HTML ഞാൻ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി HTMLന്റെ സിൻടാക്സ് എന്ന് കണ്ടോളൂ. ഇവിടെ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു HTMLന്റെ സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, ഏകദേശം ഒരു മോഡൽ, നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതുന്നത് എന്നുള്ളത്. HTML മെയിൻ ആയിട്ട് HTML ടാഗ് ആണ് ഉള്ളത്. അതായത് HTML എന്നുള്ള ആ ആങ്കർ ടാഗ് എന്ന് പറയും, ആംഗിൾ ടാഗ്. അതായത് ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എംബ്ലം ഉണ്ടാവും. ക്ലോസിംഗ് ടാഗിനാണെങ്കിൽ ഒരു സ്ലാഷ് ഉണ്ടാവും. നമ്മുടെ ടാഗ് ഇപ്പൊ HTML ആണെങ്കിൽ അതിന് ഫ്രണ്ടിലായിട്ട് ഒരു സ്ലാഷ് ഉണ്ടാവും, അത് ക്ലോസിംഗ് ടാഗ് ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ധാരാളം മറ്റ് ടാഗ്സ്, ഹെഡ്, ടൈറ്റിൽ, ബോഡി എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് HTML മറ്റ് ടാഗ്സ് ആണ്. ഇതിന്റെ മെയിൻ ടാഗ് എന്ന് പറയുന്നത് HTML ടാഗ് ആണ്. അതിനുള്ളിലായിരിക്കും ബാക്കിയുള്ള ടാഗ്സ് ഒക്കെ എൻക്ലോസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഹെഡ് ടാഗിനുള്ളിൽ കാണാം ടൈറ്റിൽ എന്നുള്ളത്. ടൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ടാഗിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ പേജിന്റെ നെയിം, ടൈറ്റിൽ എന്താണ്, അതാണ് ടൈറ്റിൽ ടാഗിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ഹെഡ് ടാഗിനുള്ളിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. HTML കഴിഞ്ഞാൽ അടുത്ത ടാഗ് മിക്കപ്പോഴും ഹെഡ് ടാഗ് തന്നെ ആയിരിക്കും. മോസ്റ്റ്ലി ഹെഡ് ടാഗ് ആയിരിക്കും. ഇവിടുത്തെ പേജ് നോക്കിയാൽ കാണാം HTML ട്യൂട്ടോറിയൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പേജിന്റെ. അതുപോലെ അടുത്ത ടാബിൽ കിടക്കുന്നത് W3 School, അത് അടുത്ത പേജിന്റെ ടൈറ്റിലാണ്. നമ്മുടെ കേസ് എടുക്കുവാണെങ്കിൽ പേജ് ടൈറ്റിൽ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിലിന്റെ പേര്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബോഡി കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതിന്റെ, അതായത് കോഡ് റൺ ചെയ്യുമ്പോൾ ഉള്ളത് കാണാം. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ HTML കോഡാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ആ കോഡിന് അനുയോജിച്ചിട്ടുള്ള അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ഇതിൽ ബോഡിയിൽ H1 ടാഗ്, P ടാഗ് കാണാൻ പറ്റും. H1 ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ടാഗ് ആണ്. ഓക്കെ, അത് 6 ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ബോഡി വരുന്നത്, ബോഡിക്കുള്ളിൽ H1 അതുപോലെ തന്നെ P ടാഗ്. P എന്ന് വെച്ചാൽ പാരഗ്രാഫ് ടാഗ് ആണ്. സോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. H1 ടാഗിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ടാഗ് ആണ്. ആ പേജിന്റെ ഹെഡ്, ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളത് H1 ടാഗിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ P ടാഗ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മുടെ ബുക്കിൽ എഴുതുന്ന പോലെ തന്നെ ഒരു ഹെഡിങ്, അതുപോലെ പാരഗ്രാഫ്, സെയിം സംഭവം തന്നെയാണ്. അത് നമ്മൾ P ടാഗിൽ കൊടുക്കുന്നു എന്നുള്ള മാത്രം. ഇനി H1 കഴിഞ്ഞ് H2, H3, H4, H5, H6 വരെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ H1 ഒരു ഹെഡ് ടാഗ് ആണ്, ഏറ്റവും ലാർജസ്റ്റ് ഹെഡ് ടാഗ് ആണ്. അത് നമുക്ക് H6 ഇനി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. H6 ഇട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ H2 കൊടുക്കുവാണെങ്കിൽ എറർ അടിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ല, ID യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. H6 ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യേണ്ടത് H6 വെച്ച് തന്നെയാണ്. ഇപ്പൊ H1 ആണെങ്കിൽ H1 വെച്ച് തന്നെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ അത് H6 തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഞാൻ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവിടെ എക്സിക്യൂട്ട് ആവും. റൺ ബട്ടൺ
പൊക്കത്ത് കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ റൈറ്റ് ചെയ്ത കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ, എന്നാലേ അതിന്റെ ഔട്ട്പുട്ട് റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് H6 ടാഗ് വെച്ചിട്ടുള്ള സെയിം കണ്ടന്റ് ദിസ് ഇസ് ഹെഡിങ് അവിടെ കാണാം. ഞാൻ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സോ കാണുന്നില്ലേ, അവിടെ റൈറ്റ് സൈഡിൽ ദിസ് ഇസ് ഹെഡിങ് എന്നുള്ളത് H6 ആണ്, അതായത് സ്മോളസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ടാഗിന്റെ ഏറ്റവും സ്മോളസ്റ്റ് സൈസിൽ വരുന്നതാണ് H6. ഇന്റർമീഡിയറ്റ് ആയിട്ട്, അതായത് H1നും H6നും ഇടയിലുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും. H1 ഏറ്റവും ലാർജസ്റ്റ് ആയിരിക്കും, താഴത്തേക്ക് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് H6 ഏറ്റവും സ്മോളസ്റ്റ് ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇതുപോലെ ധാരാളം ടാഗ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ W3 സ്കൂള് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്, ഞാൻ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ടാവും. സോ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നെക്സ്റ്റിൽ നമുക്ക് നോട്ട് പാഡ് വെച്ചിട്ട് HTML എങ്ങനെ ഒരു പേജ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് കാണിക്കാവുന്നതാണ്. ഇത് ഒരു W3 സ്കൂളിന്റെ തന്നെ ഒരു വർക്ക്ഷീറ്റ് പോലെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.